യു. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് തന്നെ. എനിക്ക് അറിയുന്നൊരു ചേച്ചി ഷെയർ ചെയ്ത് തന്നാണ്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അയൺ ബോക്സ് കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ജെന്യൂൻ ആയിട്ടുള്ള പ്രോസസ്സായിട്ട് തോന്നി. അതിനുശേഷം ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണുള്ളത്. ഇപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞല്ലോ ബൾക്കായിട്ട് എന്തെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞങ്ങൾ വീട്ടിലൊക്കെ വന്നാൽ സാധാരണ നമ്മൾ ലിസ്റ്റ് പഴയ പോലെ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി കടകളിൽ പോയിട്ട് തന്നെ വാങ്ങിക്കുക. ഇപ്പോൾ അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ തീരുവാണെങ്കിൽ തൊട്ടടുത്തൊരു ചെറിയൊരു കടയുണ്ട്, നമ്മൾ അവിടെ പോയിട്ട് തന്നെ വാങ്ങിക്കുക. അപ്പോൾ പരമാവധി ഇപ്പോൾ ഈ ചെറിയ കടകളൊക്കെ അടച്ചു കൂടുന്ന പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുമ്പോൾ എന്താ കച്ചവടം ഇല്ല, കാരണം അവർ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു മാർഗമായിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമ്മളെ പോലെ തിരക്ക് കയറുമ്പോൾ നമ്മൾ ഓൺലൈനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരും നമ്മളെ പോലെ ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ മാക്സിമം അങ്ങനെയുള്ള ചെറുകിട ഇപ്പോൾ പ്രായ ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത അങ്ങനെയുള്ള ആളുകൾ തന്നെയായിരിക്കും ഇതുപോലെ തുടങ്ങുന്നത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഈ ഒരു ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ചെയ്യുന്നത്. ഇതേപോലത്തെ ഇനിഷ്യേറ്റീവിനെ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇതേപോലെ ഒരു സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മളും അവരുടെ ഒരു പാർട്ടായിട്ട് മാറുക. എന്നാലായിരിക്കും നമ്മുടെ സമൂഹത്തിന് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ കൊണ്ട് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതേപോലെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മാക്സിമം നമ്മളും ചെറിയ കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.